ഇന്നത്തെ ഗ്ലോബൽ അപ്ഡേറ്റ്സിൽ യു കെയിൽ ഒരു ചെറിയ ക്രൈസിസ്. യു കെയിൽ എന്താണ് ക്രൈസിസ് എന്ന് പറഞ്ഞാൽ, ഒരു സൈഡിൽ പാലസ്തീനിയൻ ആക്ഷൻ ഗ്രൂപ്പിനെ നിരോധിച്ചു, അവിടെ കുറേ പ്രൊട്ടസ്റ്റും കാര്യങ്ങളും, അവിടുത്തെ അന്തരീക്ഷം തന്നെ ശരിയല്ല, യു കെയിൽ ജോലി സാധ്യതകൾ ഇതെല്ലാം തന്നെ ഒരു പ്രശ്നമായിട്ട് ഇരിക്കുന്ന സാഹചര്യത്തിൽ തന്നെ ഈ ഗവൺമെന്റ് തന്നെ കറപ്റ്റഡ് ആണെന്നുള്ള ഒരു അവസ്ഥയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതായത് യു കെയുടെ ചരിത്രത്തിൽ തന്നെ ഒരു സിറ്റിംഗ് പ്രൈം മിനിസ്റ്ററിനെ ഒരു ജുഡീഷ്യൽ പവർ ഉപയോഗിച്ചുകൊണ്ട് ജഡ്ജി പറഞ്ഞിരിക്കുകയാണ്, നീ റിസൈൻ ചെയ്യൂ എന്ന് പറഞ്ഞിരിക്കുകയാണ്. നിലവിലെ യു കെയുടെ ഭരണാധികാരിയായിട്ടുള്ള കീർ സ്റ്റാർമറിന്റെ അടുത്താണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ജുഡീഷ്യൽ ഓർഡറാണിത്, അതായത് ഈ റിസൈൻ ചെയ്ത് പോകണം എന്നുള്ളത്. അതിന് കാരണമായിട്ട് പറയപ്പെടുന്നത് ഈ ഫൈനാൻഷ്യൽ ഡിക്ലറേഷൻ കൊടുത്തതിൽ, ഫൈനാൻഷ്യൽ ഡിക്ലറേഷൻ ഗവൺമെന്റിന് സബ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്കും എല്ലാ കാര്യങ്ങളും സ്വത്തുവകകൾ, അതായത് മൂവബിൾ ഇമ്മൂവബിൾ ആയിട്ടുള്ള കംപ്ലീറ്റ് അസറ്റും അതിനകത്ത് റെക്കോർഡിക്കലി രേഖപ്പെടുത്തി കാണിക്കേണ്ടതാണ്, അതിനൊത്ത ടാക്സും കൂടി പേ ചെയ്യേണ്ടതാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ കീർ സ്റ്റാർമർ എന്താണ് ചെയ്യുന്നത് പറഞ്ഞാൽ, ഒരു പ്രോപ്പർട്ടി വിറ്റിട്ടുണ്ട്, അത് ഫാമിലിയിൽപ്പെട്ട പ്രോപ്പർട്ടിയാണ്, അത് 124,000 പൗണ്ട്, 124,000 പൗണ്ടിനാണ് ഒരു എഗ്രിമെന്റ് വെച്ചിരിക്കുന്നത്. അത് ആ പ്രോപ്പർട്ടി വാല്യൂ വെച്ച് നോക്കുമ്പോഴത്തേക്കും അത് വളരെ ലോ വാല്യൂ ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അതായത് വാല്യൂ കുറച്ച് കാണിച്ച് പ്രോപ്പർട്ടി രജിസ്ട്രേഷൻ ചെയ്തിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് എന്താണ്, ലോ വാല്യൂ കുറച്ച് കാണിക്കുമ്പോഴത്തേക്കും അത്രത്തോളമേ ടാക്സ് വരുള്ളൂ. അപ്പോൾ ആരില്ല, അപ്പോൾ അത് കുടുംബത്തിനുള്ളിൽ കൈമാറിയതാണ്. ഒരാളുടെ കയ്യിൽ നിന്നും ഇനി ഒരാളുടെ കയ്യിലേക്ക് കൈമാറുമ്പോഴത്തേക്കും അത് കുടുംബത്തിന്റെ ഉള്ളിൽ തന്നെയാണ് ട്രാൻസ്ഫർ നടത്തിയത്, അതുകൊണ്ടാണ് ആ വാല്യൂ വെച്ചത് എന്നുള്ള നിലയിലുള്ള കുടുംബത്തിനുള്ളിൽ നടന്ന ഒരു ട്രാൻസാക്ഷനായിട്ട് അതിനെ ലഘൂകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് കീർ സ്റ്റാർമർ. പക്ഷേ കോടതി അത് മുഖവിലേക്ക് എടുക്കുന്നില്ല. അതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. അതിലുപരിയായിട്ട് ഗിഫ്റ്റ് ഇനത്തിൽ ഒരു 39,000 പൗണ്ട് ഒരു ഗിഫ്റ്റ് ഇനത്തിൽ സ്വീകരിച്ചതായിട്ട് ഒരു ഡോക്യുമെന്റും ഉണ്ട്. അതും കുറേ നാൾ കൊണ്ടേ ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല, അതും ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ തുകകളുടെയൊക്കെ ടാക്സിൽ വേരിയേഷൻസ് വരും, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ ഗവൺമെന്റിൽ പ്രത്യേകിച്ചും ഒരു പ്രൈം മിനിസ്റ്റർ പൊസിഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തി ഈ രീതിയിലുള്ള ഒരു ട്രസ്റ്റ് വർത്തില്ലാത്ത, ഫൈനാൻഷ്യൽ ട്രസ്റ്റ് ഇല്ലാത്ത, അതായത് ആ നാട്ടിലെ ഒരു സാധാരണ പൗരൻ പോലും ഇത് ചെയ്യാൻ പാടില്ല. അങ്ങനത്തെ സാഹചര്യത്തിലാണ് ഒരു പ്രൈം മിനിസ്റ്റർ പൊസിഷനിൽ ഇരിക്കുന്ന കീർ സ്റ്റാർമറിന്റെ സൈഡിൽ നിന്നും ഇങ്ങനെ ഒരു വീഴ്ച സംഭവിച്ചിരിക്കുന്നത്. കീർ സ്റ്റാർമറിന്റെ പാർട്ടി ആയിട്ടുള്ള ലേബർ പാർട്ടി ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഇതൊരു ക്രൂഷ്യൽ സിറ്റുവേഷൻ ആണ്. ഒന്നെങ്കിൽ അവിടെ നോ കോൺഫിഡൻസ് മോഷൻ, അതായത് അവിശ്വാസ പ്രമേയം ഒന്നെങ്കിൽ കൊണ്ടുവരേണ്ടി വരും യു കെ പാർലമെന്റിൽ, അത് നമ്പർ 1. അല്ലാന്നുണ്ടെങ്കിൽ കീർ സ്റ്റാർമർ രാജിവെക്കണം. ഇനി കീർ സ്റ്റാർമർ രാജിവെക്കുന്നില്ല, ഞാൻ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാം എന്നുണ്ടെങ്കിൽ അവിശ്വാസ പ്രമേയം പാസ്സാകുമോ എന്നുള്ളത് ഡൗട്ട്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. കാരണം ആൾ കറപ്റ്റഡ് ആണെന്നുള്ളത് ഓൾറെഡി തന്നെ പുറത്ത് വന്നു കഴിഞ്ഞു. അത് നമ്പർ 1. ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഇല്ല, അത് ഗവൺമെന്റിലേക്ക് കൃത്യമായിട്ടുള്ള കണക്കുകൾ കാണിക്കാതെ തട്ടിപ്പ് കാണിച്ച് ടാക്സ് വെട്ടിപ്പ് നടത്തിയിരിക്കുന്നു എന്നുള്ള പേര് ആയി കഴിഞ്ഞു. ഇനിയിപ്പം ആണ് ജുഡീഷ്യൽ ഓർഡറാണ് വന്നിരിക്കുന്നത്. ജഡ്ജി ജെയിംസ് ആണ് ഈ ഓർഡർ പാസ്സാക്കിയത്. അപ്പോൾ അത് ജഡ്ജി നേരിട്ട് പറയുന്നുണ്ട് കാര്യങ്ങൾ, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, ഇതിങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല. ഒരു രാജ്യത്തിന്റെ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്ന ആൾ റിസൈൻ ചെയ്ത് തന്നെ മുന്നോട്ട് പോകണം, അല്ലാതെ അങ്ങനെ ഈ ഫിനാൻഷ്യൽ ഈ ഒരു രീതിയിൽ, അതായത് ഇങ്ങനെ കറപ്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ഒരിക്കലും ഇനിയിപ്പോൾ അങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല എന്നുള്ളത് തന്നെയാണ് ഗവൺമെന്റിന്റെ തീരുമാനം. അപ്പോൾ ഇതിങ്ങനെ പോകുന്ന ഒരു അവസ്ഥയിൽ ഇപ്പോൾ ലേബർ പാർട്ടിയിലാണ് കാര്യങ്ങൾ ഡിസ്കഷൻ നടക്കുന്നത്. ഇപ്പോൾ ആ ഇന്റർണൽ ഡിസ്കഷനിൽ കീർ സ്റ്റാർമർ രാജിവെച്ച് കഴിഞ്ഞാൽ അടുത്ത പൊസിഷനിലേക്ക് ഒരാളെ നോമിനേറ്റ് ചെയ്ത് പ്രൈം മിനിസ്റ്ററായിട്ട് കൊണ്ടുവരാം. ഈ ആരോ മാർക്കിൽ കാണിക്കുന്ന വ്യക്തി തന്നെയാണ് ഈ നൈജൽ ഫറാജ് ആണ്. ഇപ്പോൾ സ്റ്റാർമർ റിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത യു കെ പ്രൈം മിനിസ്റ്റർ ആവാൻ മാക്സിമം പോസിബിലിറ്റി കൽപ്പിക്കപ്പെടുന്ന വ്യക്തി. ഇനി കീർ സ്റ്റാർമർ രാജിവെക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് ഓപ്പൺ ഇലക്ഷനിലോട്ട് പോകും. ഓപ്പൺ ഇലക്ഷനിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ കൺസർവേറ്റീവ് പാർട്ടി വരാനുള്ള സാധ്യതയും കൂടി ഉണ്ട്. പല രീതിയിലുള്ള പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റിയിലാണ് യു കെ ഇപ്പം നിൽക്കുന്നത്. ഇതും യു കെയിൽ ഒരു സുപ്രധാന വിഷയമായിട്ട് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതാണ്. എനിവേ കീർ സ്റ്റാർമർ ഇത് എങ്ങനെയാണ് തരണം ചെയ്ത് മുന്നോട്ട് വരാൻ പോകുന്നത്? കാരണം കീർ സ്റ്റാർമർ ഇതിനെക്കുറിച്ച് ഒരു രീതിയിലുള്ള പത്രപ്രസ്താവനയോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള ഒരു രീതിയിലുള്ള എനിക്കറിയാമില്ല, ഞാൻ ഇന്നത് ചെയ്യാൻ പോകുന്ന ഇതിനെക്കുറിച്ചുള്ള ഒരു അക്നോളജ്മെന്റോ പോലും കീർ സ്റ്റാർമർ ഇതുവരെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു പത്രക്കുറിപ്പായിട്ടോ ഒന്നും തന്നെ പുറത്ത് പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സംഭവിക്കാൻ പോകുന്ന പറഞ്ഞാൽ വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട് ലേബർ പാർട്ടിക്കുള്ളിൽ ഡിസ്കഷൻസ് നടക്കുകയാണ്. കീർ സ്റ്റാർമർ ഒന്നെങ്കിൽ റിസൈൻ ചെയ്ത് വേറൊരു പ്രൈം മിനിസ്റ്റർ വരാനുള്ള സാധ്യത യു കെയിൽ തെളിയുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ കീർ സ്റ്റാർമർ ഒരു പത്രസമ്മേളനം വെച്ചിട്ട് ഒരു സാറ്റിസ്ഫാക്ടറി എക്സ്പ്ലനേഷൻ കൊടുക്കണം പൊതുജനങ്ങൾക്ക്. അങ്ങനെ കൺവിൻസ് ആയി കഴിഞ്ഞാൽ ഒരു പക്ഷേ ആ റീസണിങ് വെച്ചിട്ട് ഒരു എക്സ്റ്റൻഷൻ പീരിയഡ്, അതായത് പുതിയൊരു പ്രൈം മിനിസ്റ്ററിനെ തിരഞ്ഞെടുക്കുന്നത് വരെ ഒരു 3 മാസത്തേക്കോ 4 മാസത്തേക്കോ അല്ലെങ്കിൽ ഒരു 5 മാസത്തേക്കോ 6 മാസത്തേക്കോ അങ്ങനെ വേണമെങ്കിൽ ഒരു ടൈം ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് മുന്നോട്ട് പോകാം. പക്ഷെ അതും തന്നെ യു കെയിൽ വലിയ അൺസർട്ടനിറ്റിക്ക് കാരണമായി തീരും. യു കെ എന്ന് പറഞ്ഞാൽ പ്രൈം മിനിസ്റ്ററിനെ ഇട്ടിരിക്കുന്ന വസ്ത്രം പോലെ മാറ്റി കളഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ ഒരു 10 വർഷം കൊണ്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. In an unprecedented turn of events, the United Kingdom's highest court has delivered a crushing blow to Prime Minister Starmer, ordering his immediate resignation over a financial scandal that has sent shockwaves across the nation.
Just hours ago, the UK Supreme Court released a damning 124-page verdict detailing allegations of financial misconduct, deception and abuse of public trust. അപ്പോൾ കീർ സ്റ്റാർമറിനും ആയുസ് ഇത്രയേ ഉള്ളൂ പ്രൈം മിനിസ്റ്റർ ആയിട്ടിരിക്കാൻ എന്നാണ് എനിക്കിപ്പോൾ കരുതാൻ പറ്റുന്നത്. എന്തായാലും ഫർദർ ഡെവലപ്മെന്റ്സ് ഈ വിഷയത്തിൽ വരുന്ന മുറയ്ക്ക് ഞാൻ അപ്ഡേറ്റ് തരാം. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.